സഞ്ജു സാംസൺ വിധിയെ തിരുത്തിയെഴുതിയ പോരാളി. ഒരൽപ്പം വൈകിയാണെങ്കിലും വീണത് വിദ്യയാക്കുന്ന ശിക്കാരി ശംഭുമാരെ നിങ്ങൾ അറിയാതെ പോകരുത്. അന്ന് സ്വന്തം മണ്ണിൽ സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ അപമാനിതനായി ഗ്ലൗസുകൾ അഴിച്ചു വെച്ച് പടിയിറങ്ങിയപ്പോൾ നിങ്ങൾ കരുതി കാണും അവൻ്റെ അധ്യായം അവിടെ അവസാനിച്ചെന്ന്. ലോകകപ്പിന് തൊട്ടു മുമ്പുള്ള പ്രാക്ടീസ് മാച്ചിൽ പോലും ഹർഷിത് റാണയടക്കം 8 പേർ ബാറ്റ് ചെയ്തപ്പോൾ വിക്കറ്റ് കീപ്പിങ്ങിലും ബാറ്റിങ്ങിലും ഒരു അവസരം പോലും നൽകാതെ നിങ്ങൾ ആ ഓപ്പണറെ മാറ്റി നിർത്തി. അത് കേവലം ഒരു പരീക്ഷണമല്ലായിരുന്നു, മറിച്ച് അവനെ തഴയാൻ നിങ്ങൾ മെനഞ്ഞ കൃത്യമായ പ്ലാനായിരുന്നു. പക്ഷേ നിങ്ങളുടെ തന്ത്രങ്ങൾ പിഴച്ചു. ഇടങ്കയ്യന്മാരുടെ പരീക്ഷണങ്ങൾ പാളി ടീം പതറി നിന്നപ്പോൾ മറ്റു വഴികളില്ലാതെ നിങ്ങൾ ആ പോരാളിയെ വിളിക്കാൻ നിർബന്ധിതരായി. അതൊരു ഗതികേടായിരുന്നിരിക്കാം നിങ്ങൾക്ക്, പക്ഷേ അവനതൊരു നിയോഗമായിരുന്നു. ലോകകപ്പിലെ 9 പോരാട്ടങ്ങളിൽ വെറും 5 എണ്ണം മാത്രമാണ് നിങ്ങൾ അവന് നൽകിയത്. പക്ഷേ ആ 5 അംഗങ്ങൾ മതിയായിരുന്നു അവന് തൻ്റെ സാമ്രാജ്യം പിടിച്ചടക്കാൻ. മൈതാനത്ത് അവൻ വിശ്വരൂപം കാട്ടിയപ്പോൾ കണക്കുകൾ ചോദിച്ചവരും പുകഴ്ത്തിയവരും ഒരുപോലെ അമ്പരന്നു. ലോക കിരീടവും മാൻ ഓഫ് ദ ടൂർണമെന്റ് ട്രോഫിയുമായി ആ പഴയ അപമാനത്തിന്റെ കറമാച്ച് നെഞ്ചും വിരിച്ച് അവൻ മടങ്ങി വന്നത് തൻ്റെ സ്വന്തം കോട്ടയിലേക്കാണ്. ഇന്ന് പുകഴ്ത്തുന്ന ശിക്കാരി ശംഭുമാർ അറിഞ്ഞോളൂ, ഇത് നിങ്ങൾ ദാനമായി നൽകിയ വിശ്രമം കൊണ്ട് ഉണ്ടായ മാജിക് അല്ല, മറിച്ച് ചവിട്ടി താഴ്ത്താൻ നോക്കിയവർക്ക് മുന്നിൽ അഗ്നിപർവ്വതം പോലെ ഉയർത്തെഴുന്നേറ്റ സഞ്ജു സാംസണിന്റെ മധുര പ്രതികാരമാണ്. സഞ്ജു സാംസൺ അവസരങ്ങൾ നിഷേധിച്ചവർക്ക് മുന്നിൽ തനിക്ക് കിട്ടിയ തുച്ഛമായ നിമിഷങ്ങൾ കൊണ്ട് ചരിത്രം കുറിച്ചവൻ. സഞ്ജു സാംസൺ, the man who scripted history with the very moments you tried to deny him.